നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. എ.ഡി.എം. നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ ഏകപ്രതി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയാണെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. യാത്രയയപ്പ് യോഗത്തിൽ ദിവ്യയുടെ അധിക്ഷേപത്തിൽ നവീൻ ബാബു മനംനൊന്താണ് ജീവനൊടുക്കിയതെന്നും ആസൂത്രിതമായ അധിക്ഷേപമാണ് പ്രതി നടത്തിയതെന്നും പ്രത്യേക അന്വേഷണ സംഘം തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ പറയുന്നു. സ്വകാര്യ ചാനലിനെ ദിവ്യ വിളിച്ചു വരുത്തിയതാണെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടുത്തിയ കുറ്റപത്രം ആദ്യം കണ്ണൂർ റേഞ്ച് DIGക്ക് സമർപ്പിച്ചു. DIG പരിശോധിച്ച ശേഷം കുറ്റപത്രം കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സമർപ്പിച്ചു. ഔദ്യോഗിക ജീവിതത്തിൽ ഗുരുതര വേട്ടയാടൽ ഉണ്ടാകുമെന്ന് നവീൻ ബാബു ഭയപ്പെട്ടുവെന്നും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ആകെ 79 സാക്ഷികളാണ് കേസിലുള്ളത്. നവീൻ ബാബു മരിച്ച് 5 മാസത്തിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത്. 100-ലേറെ പേജുള്ള കുറ്റപത്രത്തിൽ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് നേരിട്ട് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും പറയുന്നുണ്ട്. നേരത്തെ റവന്യൂ വകുപ്പിന്റെ അന്വേഷണത്തിൽ ഇതിന് തെളിവില്ലെന്ന് കണ്ടെത്തിയിരുന്നു. 2024 ഒക്ടോബർ 14-നാണ് എ.ഡി.എം. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിന് ക്ഷണിക്കാതെ എത്തിയ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ പി ദിവ്യ അധിക്ഷേപ പ്രസംഗം നടത്തിയത്. തൊട്ടടുത്ത ദിവസം ക്വാർട്ടേഴ്സിലെ ഉത്തരത്തിൽ നവീൻ ബാബു തൂങ്ങി മരിച്ചെന്നാണ് കേസ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും പാർട്ടി ചുമതലകളിൽ നിന്നും CPM ദിവ്യയെ ഒഴിവാക്കിയിരുന്നു.